ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജീന ഓട്ടോയായിട്ട് വരുമ്പോഴായിരിക്കും ഒരാൾ വഴിയിൽ കിടക്കുന്നത് കാണുന്നത്. ആരാണ്? മാറി കിടക്കടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴായിരിക്കും വിക്രം എന്ന് പറഞ്ഞ് വിക്രമിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രം ബോധം പോയി കിടക്കാനല്ലോ. അപ്പൊ തന്നെ ജീന വേഗം ഫോൺ എടുത്ത് വേദനെ വിളിക്കും. എന്നാൽ വേദയുടെ ഫോൺ ആണെങ്കിൽ ആ മോളുടെ കയ്യിലായിരിക്കും. കോൾ പോകുന്നില്ല, പരിധിക്ക് പുറത്താണെന്ന് പറയും. അങ്ങനെ ജീന വേഗം തന്നെ വിക്രമിനെ എടുത്ത് ഓട്ടോയിൽ കയറ്റാണ്. അങ്ങനെ അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇതേ സമയം വേദ മോളുടെ അടുത്തേക്ക് വരും. ഇപ്പോഴും ഫോണിൽ കളിക്കുന്ന കാണുമ്പോ മതി മോളെ ഫോണിൽ കളിച്ചത്, ഇപ്പൊ കിടക്കാൻ നോക്ക്. അങ്ങനെ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോ വേദയ്ക്കും ആരാ ഇതിലെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടത്? അപ്പൊ ആ മോള് പറയും ഞാനാ. എന്തിന്? അതോ അപ്പൊ നമ്മള് കളിക്കുമ്പോഴേ വേറെ കോളൊന്നും വന്നേ നമ്മള് ഡിസ്റ്റർബ് ആവില്ല. അമ്പടി കള്ളി. അപ്പൊ പറയും എനിക്ക് എന്റെ ചെറിയച്ചൻ പറഞ്ഞതാ. വേദ പറയും ഇമ്മാരി തട്ടിപ്പൊക്കെ നിന്റെ ചെറിയച്ചനെ പറഞ്ഞു തരും. ചെന്ന് കിടന്നിറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് ഗുഡ് നൈറ്റും പറഞ്ഞ് അമ്മോളെ അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ജീന വിളിക്കണേ, നീ വീട്ടിലാണോടി? അതെ. ജീന പറയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. എന്താടി? ജീന പറയും വിക്രം എന്റെ കൂടെ ഉണ്ട്. വിക്രമോ? ജീന പറയും അതെ, വഴിയിൽ കിടക്കായിരുന്നോ? ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചതാ. ഞാൻ നേരെ അനുപമ ഹോസ്പിറ്റലിലേക്ക് പോവാണേ, നീ അങ്ങോട്ടേക്ക് വാ. രാധ ആകെ പേടിക്കും. ഞാൻ എന്താ എത്തി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ജീന ഹോസ്പിറ്റലിലെത്തി അവിടുന്ന് സ്ട്രക്ചർ ഒക്കെ എടുത്ത് വരികയാണേ. ഹോസ്പിറ്റലിൽ ജീവനക്കാരും ഉണ്ട്. അപ്പോഴേക്കും രാധയെ ഓടി വരും. ഓട്ടോ അവിടെ നിർത്തി അതൊന്ന് ഇറങ്ങി ഓടുകയാണ്. വിക്രം എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ജീനയോടൊപ്പം പോകുന്നത്. വിക്രമിനെ അവര് ഐസിയിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത്. രാധ പറയും ജീന എന്റെ വിക്രം. ജീന പറയും വിഷമിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണേ. ഇതേ സമയം ഡോക്ടേഴ്സ് എല്ലാം വിക്രമിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. രാധ പുറത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലാണ്. ദൈവമേ ഒന്നും സംഭവിക്കില്ലേ, എന്ത് വഴിപാടുകൾ വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ജീന രാധയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കണേ. അങ്ങനെ അല്പസമയം കഴിയുമ്പോ ഡോക്ടർ പുറത്തേക്ക് വരുമ്പോ രാധ വേഗം എഴുന്നേറ്റിട്ട് ഡോക്ടർ വിക്രമിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ പറയും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. തലക്കേറ്റ് മുറിവോ ഡോക്ടർ? ഡോക്ടർ പറയും അത് സാരാക്കാനില്ല, സ്കാനിങ്ങിലും പ്രശ്നമൊന്നും കണ്ടില്ല. എന്തായാലും ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ, കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു ഡോക്ടർ പോകും. ശേഷം അവിടുത്തെ സിസ്റ്റർ വന്നിട്ട് ദാ ഈ ബില്ല് അടച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ രാധ അത് വാങ്ങിക്കും. ആ ബില്ല് കണ്ടിട്ട് ജീനയോട് വെക്കും എന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? 12,000 വേണം എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ വേറെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഒന്നുകൂടെ വിളിച്ചു നോക്കാല്ലേ? രാധ പറയും വേണ്ട. ജീന പറയും പക്ഷേ. രാധ പറയും ഒരു പക്ഷേ ഇല്ല, ദേ ഈ കാര്യം ഇപ്പൊ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ജീന പറയും വിക്രത്തിന്റെ അമ്മയും അച്ഛനെയും അറിയിക്കണ്ടേ രാധേ? അപ്പൊ രാധ മുമ്പത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണേ. ആ റൂമില് അവന്റെ ഭാര്യ പരിചരിക്കുന്നത്, അവിടേക്ക് നീ പോകുന്നത് കൊണ്ട് എന്ത് കാര്യം? അച്ഛമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവരെ ഇനി അവരുടെ പാട്ടിന് വിട്ടേക്കണം. ഇത് ആലോചിച്ച് നിൽക്കുമ്പോ ജീന ചോദിക്കും നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? രാധ പറയും ഇപ്പൊ നമ്മൾ ആരോടും പറയുന്നില്ല. പക്ഷേ രാധ പറയും ഞാനാ പറയുന്നത്, ഇനി ഞാനറിയാതെ നീ അതെങ്ങനെ ചെയ്താ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് രാധ ബില്ലുമായിട്ട് അവിടുന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛനും ഏട്ടനും കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ വിക്രത്തെ കൊല്ലാനായിട്ട് നിൽക്കണേ. ഇത് വേദ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറയലും ഒരാള് വിക്രത്തിനെ ഷൂട്ട് ചെയ്യണേ. പെട്ടെന്നൊരു തറയുടെ രൂപവും മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് നിസ്സഹായമായിട്ട് നിൽക്കുകയാണ് വേദ. പെട്ടെന്നായിരിക്കും വേദ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്നത്. ഇതെല്ലാം വേദ കണ്ട സ്വപ്നമായിരുന്നു. വേദയ്ക്കൊരു സമാധാനമല്ല. അവിടുന്ന് എഴുന്നേറ്റ് സമയം നോക്കും. ഫോണിലെ സമയം കാണുമ്പോ തന്നെ ഒരുപാട് വൈകിട്ടുണ്ടെന്ന് മനസ്സിലാവുക. എന്നിട്ടും വിക്രത്തെ കാണാതാവുമ്പോ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശേഷം ഡോറ് തുറന്ന് മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. 2 മണിയായിട്ടും വിക്രത്തെ കാണാതാവുമ്പോ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. എന്നാ വിക്രം നല്ല മയക്കത്തിലാ. ഇത് ഈ റിങ് ചെയ്യുന്നത് രാധ കാണാ. രാധ ഫോൺ എടുത്ത് നോക്കും. വേതാളം. ഇത് കാണുമ്പോ തന്നെ രാധയ്ക്ക് ദേഷ്യം വരും. ആ ഫോണ് അറ്റൻഡ് ചെയ്യുന്നില്ല. നാളെ കഴിഞ്ഞ വിക്രമിന്റെ കഴുത്തിൽ താലി കെട്ടുന്നല്ലേ, കാത്തിരുന്നോ, ഇനി അവൻ അവിടെ എത്താതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞോണ്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ് രാധ ചെയ്യുന്നത്. ഇതേ സമയം വേദ വീണ്ടും വിളിക്കുമ്പോ ഇപ്പൊ സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുമ്പോ വേദയ്ക്ക് സങ്കടവും എന്ന പേടിയും വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നന്ദിനി അടുത്ത് ഈ മുറ്റടിച്ചു വരാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത്. നോക്കുമ്പോ മുത്തശ്ശിയാണേ. അയ്യോ എത്തിയോ മാരണം. കൊച്ചുമോന്റെ 2ാം കെട്ട് നടത്തിക്കാനുള്ള വരവാ. വാ ഇത്തവണ ഞാനത് മുഴുവൻ ഷൂട്ട് ചെയ്ത് തരാം. കലങ്ങിപ്പോയ കല്യാണം കാണിച്ച് കമ്പനിക്കാരെ നെട്ടിക്കാലോ എന്ന് പറഞ്ഞ് ചൂലും പിടിച്ച് നിൽക്കുക. ഇത് കാണുന്ന മുത്തശ്ശിക്കും എന്താടി നന്ദിനി പന്തം കണ്ട പെരിച്ചായെ പോലെ മുഖം കുറിപ്പിച്ച് നിൽക്കുന്നത്, ആരാണെന്ന് മനസ്സിലായില്ലേ? അതില് നന്ദിനി പറയും അയ്യോ അച്ഛമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വന്നു പോയിട്ട് അധികം നാളായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു നിന്നതാ. അച്ഛമ്മ പറയും അതെന്താടി, എന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് എന്റെ മകന്റെ വീട്ടിലേക്ക് എനിക്ക് വന്നൂടെ? നന്ദിനി പറയും വരാലോ, ഉറപ്പായിട്ടും വരണല്ലോ. ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കേണ്ടത് അച്ഛമ്മയുടെ കൺമുന്നിൽ വെച്ച് തന്നെയല്ലേ? വാ വന്നട്ടെ, അകത്തോട്ട് വന്നട്ടെ പറയും. എന്താടി നിന്റെ സ്വരത്തിലൊരു പരിഹാസം? അയ്യോ ഇല്ല അച്ഛമ്മേ,
അച്ഛമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അപ്പൊ അച്ഛമ്മയ്ക്കും എടിമണി 10 മുറ്റടിക്കുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടത് പുലർക്കാലത്താ, നട്ടുച്ചയ്ക്കല്ല. നന്ദിനി പറയും എല്ലാ പണിയും കഴിഞ്ഞപ്പോ ഈ സമയമായി പോയതാണ് അച്ഛമ്മ. പറയും പിന്നെ നീ ഇവിടെ മലമറക്കിയല്ലേ, വാചകം അടിച്ച് നിൽക്കാതെ ഈ പെട്ടിയൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കിടി. അങ്ങനെ ഓരോന്ന് പുഴുവൃത്ത് എടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് അമ്മയും അതുപോലെ വേദയും വരുന്നത്. അച്ഛമ്മ വേഗം വേദമോളെ ഇപ്പൊ എന്തായി? അച്ഛമ്മ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിയില്ലേ? തറവാട്ടമ്പലത്തിലെ ദമ്പതി പൂജ കഴിയുന്നതോടുകൂടി എല്ലാം ശരിയാവുന്ന് ഞാൻ പറഞ്ഞതല്ലേ മോളെ? ഇപ്പതാ മോളുടെ വീട്ടുകാരും എല്ലാവരും സമ്മതിച്ചു. ഇനി ഇതിൽ പരം സന്തോഷം എന്തുണ്ടാവാനാ? വേദ പറയും എല്ലാം ഭാഗ്യാണ് മുത്തശ്ശി. അച്ഛമ്മയ്ക്കും എവിടെ എന്റെ വിക്രം മോൻ വിളിക്ക്. അപ്പൊ തന്നെ വേദ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അച്ഛമ്മ പറയും ഇങ്ങോട്ട് വരാൻ പറ അവനോട്. നന്ദിനി പറയും അപ്പൊ അച്ഛമ്മ ശ്രദ്ധിച്ചില്ലല്ലേ, അവന്റെ ബൈക്ക് ഇവിടെ ഇല്ല എന്ന് വെച്ചാ അവൻ ഇവിടെ ഇല്ലെന്നർത്ഥം. അച്ഛമ്മയ്ക്കും അപ്പോ രാവിലെ തന്നെ അവൻ എഴുന്നേറ്റ് പോയോ? അമ്മയും വേദയും ഒന്നും പറയുന്നില്ല. നന്ദിനി പറയും അതിന് ഇന്നലെ രാത്രി അവന് വന്നെങ്കിലല്ലേ. അച്ഛമ്മയ്ക്കും ഇന്നലെ അവൻ വന്നില്ലേ? വേദ പറയും അതിപ്പോ ഇതിങ്ങനെ ഇടയ്ക്ക് പതിവുള്ളതാണ് അച്ഛമ്മേ. അമ്മ പറയും വല്ല ദൂരസ്ഥലത്തേക്കും പോയാലേ 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരാറുള്ളൂ അമ്മേ. എന്താ ഈ പറയുന്നത്? നാളത്തെ കഴിഞ്ഞ ഒരു കല്യാണം നടക്കേണ്ട വീടാ, എന്നിട്ടാണോ ചെറുക്കൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കാണിക്കുന്നത്? ശേഷം വീട് മൊത്തത്തിന് നോക്കിയിട്ട് പറയും അല്ല ഒരു കല്യാണ വീട് ഇങ്ങനെയാണ് ഒട്ടേക്കേണ്ടത്? നമ്മളെ വീട്ടിലൊരു മംഗളകാര്യം നടക്കുമ്പോഴേ വീട്ടിലുള്ളവരുടെ മനസ്സ് സന്തോഷിക്കണം. ആ സന്തോഷം വീട്ടിലും കാണണം. പുറമേന്ന് ആൾക്കാർ കാണുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവണം ആ വീട്ടില് സന്തോഷകരമായ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പോഴേക്കും വിനായകൻ അങ്ങോട്ട് വരുമ്പോ വിനായക നിന്റെ ചേട്ടൻ എവിടെ? എനിക്കറിയില്ല അച്ഛമ്മേ. അച്ഛമ്മ പറയും എന്നാ നീയും നിന്റെ ചേട്ടനും എല്ലാം നോക്കിക്കണ്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. അമ്മ പറയും എന്നാലും നീ ഒന്ന് അവനെ അന്വേഷിച്ചേക്ക് വിനായക. വിനായകൻ പറയും ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാൻ അമ്മേ? അവൻ എവിടേക്കാ പോകുന്നതെന്ന് എന്നോട് പറയാറുണ്ടോ? എന്നാലും അവന്റെ കൂട്ടുകാരോടൊക്കെ ചോദിക്കാലോ. അപ്പോഴേക്ക് വേദ പറയും ഞാൻ വിളിച്ച് ചോദിക്കാമേ. വിക്രം ഇന്ന് എന്തായാലും വരും. നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ നന്ദിനി പറയും ആ വരണം, എന്തായാലും വരണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നത് തന്നെ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിക്ക. അപ്പോഴേക്കും വേദച്ചെറിയമേ അച്ഛൻ പറയും ആ വിശ്വത്തിന്റെ മോളെ എത്തിയോ? അമ്മ പറയും അതെ, വേദവും വിക്രവും കൂടി വെക്കേഷനിൽ കൂട്ടിക്കൊണ്ട് വന്നതാ. അച്ഛമ്മ പറയും അത് നന്നായി, ഇങ്ങ് വാ. മോളോട് പറയും അച്ഛമ്മ കുറെ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം മോൾക്ക് തരാട്ടോ വാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അകത്തേക്ക് പോവാണ്. നന്ദിനിയും കൂടെ പോവാൻ നിൽക്കുമ്പോ മുത്തശ്ശി പറയും നിക്ക്, രാമേശ്വരത്തെ പോലെ നീ ഇത് പാതിൽ നിർത്താൻ നോക്കണ്ട, അടിച്ചു വാരി കളഞ്ഞിട്ട് അകത്തേക്ക് വന്നാ മതി. ശരി അച്ഛമ്മേ എന്ന് പറഞ്ഞ അവിടെ നിൽക്കും. അച്ഛമ്മ പോയി കഴിഞ്ഞാലേ നന്ദിനി വിനായന്റെ അടുത്ത് പറയും നിങ്ങളുടെ അച്ഛമ്മ വന്നത് കല്യാണം കൂടാൻ വേണ്ടിട്ടല്ലേ? നടന്നത് തന്നെ. പിന്നെ നിങ്ങൾ അവൻ അന്വേഷിച്ച് എങ്ങോട്ടും പോകണ്ട, കല്യാണ സമയം കഴിയാതെ അവൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോ വിനായക് പറയും ശരി തൂത്തോ. അങ്ങനെ നന്ദിനി അവിടേക്ക് അടിച്ചു വരാൻ തുടങ്ങുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ ഫ്രണ്ട്സിനെ ആ ഗ്യാങ്ങിലേക്ക് വേദ കോൾ ചെയ്യാണ്. അറ്റൻഡ് ചെയ്തോ ഏട്ടാ, ഇനി വിക്രം എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വിളിക്കായിരിക്കും. രാജേട്ടൻ കോൾ എടുക്കും. എന്താ വേദമോളെ? അത് പിന്നെ വിക്രം വർക്ക്ഷോപ്പിലുണ്ടോ? രാജേട്ടൻ പറയും ഇന്ന് തുറന്നിട്ടില്ലല്ലോ മോളെ. വേദയ്ക്കും അങ്ങോട്ടെങ്ങനെ വന്നിരുന്നോ? രാജേട്ടൻ പറയും ഇല്ല, ഇന്ന് മോളോടൊപ്പം എങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങള് വഴിയിൽ ഇറക്കി വിട്ടിട്ട് ബൈക്കും കൊണ്ട് പോയതാ വിക്രം, പിന്നെ രാത്രിയിൽ വന്നിട്ടില്ല. രാജേട്ടൻ പറയും അതവന് പതിവുള്ളതല്ലേ. വേദ പറയും ഇവിടെ വന്നില്ലെങ്കിൽ അവിടെ എത്താറുണ്ടല്ലോ. അപ്പൊ രാജേട്ടൻ പറയും ഇവിടെ വന്നിട്ടില്ല. ശ്രീനി സാറിനെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വേദ പറയും വിളിച്ചു, സ്വിച്ച് ഓഫ് ആണ്. രാജൻ പറയും ഞാൻ ഒരു കാര്യം ചെയ്യാം, പുളിക്കന്റെ നമ്പർ അയച്ചുതരാം, ഒന്ന് വിളിച്ചു നോക്ക്. വേദ പറയും ശരി എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യാം. അവര് പറയും ഇതിപ്പോ അവൻ എവിടെ പോയതാ? എവിടെങ്കിലും പോയതായിരിക്കും, സാറെന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. എങ്കിലും വിളിക്കാനും പറയാനും ഒക്കെ ഒരാളുള്ളത് നല്ലതല്ലേ? അല്ല അനിയൻകുട്ടാ? അനിയൻകുട്ടൻ പറയും ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഒറ്റത്തടിയായിട്ട് പോയിക്കോളാം. രാജേട്ടൻ എന്ന് ചിരിക്കും. ശേഷം വേദ ആ ഫോണിലേക്ക് മുതലാളിയെ വിളിക്കുക. ഞാൻ വിക്രമിന്റെ വൈഫാണ് വേദ. ആ പറ മോളെ. വേദ പറയും ശ്രീനി സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അത് സാറ് ഒരു അടിയന്തര മീറ്റിംഗിലാണ്, ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. എന്താ കാര്യം? അപ്പൊ വേദയ്ക്കും വിക്രം കൂടെ ഉണ്ടോ? ഇല്ലല്ലോ, ഇന്നലെ വൈകിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് സാർ അവനെ വിളിച്ചിരുന്നു. ദാ വരുന്നു എന്ന് പറഞ്ഞ് കട്ട് ചെയ്തതാ, പിന്നെ വന്നതേ ഇല്ല. മോളെ വിളിച്ച് ചോദിച്ചാലോന്ന് ഞാൻ സാറിനോട് പറഞ്ഞതാ. പക്ഷെ അവിടെ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസല്ലേ, വേണ്ടാന്നാ സാറ് പറഞ്ഞത്. അത് കേൾക്കുമ്പോ വേദ പേടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇങ്ങോട്ടും വന്നിട്ടില്ല. അതെയോ? എന്നാ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും വിവരം കിട്ടിയാലേ അവനോട് വീട്ടിലേക്ക് വരാൻ പറയാം. ആ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാ വേദ ആകെ പേടിക്കുന്നുണ്ട്. എവിടെ പോയി എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടെ നിൽക്കും. ഇതേ സമയം പുറത്ത് വിശ്വനും ശ്രീജയും കൂടെ അവിടെ മോള് വന്നിട്ടുണ്ടല്ലോ, ആ കുട്ടിക്ക് ഭക്ഷണം അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ വേദ സങ്കടത്തോടെ വരും. വിശ്വട്ടാ എന്താ വേദ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ശ്രീജയത്തും ചോദിക്കും എന്തു പറ്റി? വേദ പറയും വിക്രം ഇതുവരെ വന്നില്ല. അതാണോ? അവൻ വന്നോളും. അപ്പൊ വേദ പറയും അതല്ല വിശ്വേട്ടാ, ശ്രീനി സാറ് വിളിക്കുന്നു പറഞ്ഞ് എന്നെയും മോളെയും കൂടെ ഓട്ടോയിൽ കയറ്റി വിട്ടു പോയ ആളാ, ഫോൺ ഇപ്പൊ ഓഫാണ്. വിശ്വം പറയും സാറെന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞു വിട്ട് വേണം. ഞാനും അതാ വിചാരിച്ചത്, പക്ഷേ സാറിന്റെ അടുത്തേക്ക് ആള് ചെന്നിട്ടില്ല. വർക്ക്ഷോപ്പിലെ കൂട്ടുകാർക്കും എവിടെയാണെന്ന് അറിയാൻ പാടില്ല.
അപ്പോ വിശ്വം പറയും മോള് പേടിക്കണ്ട, അവനും എത്തിക്കോളും. അങ്ങ് നടക്കാനുള്ളതിന്റെ ടെൻഷനിലായിരിക്കുമല്ലേ. വേദ പറയും അതല്ല, മനസ്സിലെന്തോ ടെൻഷൻ പോലെ തോന്നാണ്. വിശ്വേട്ടൻ ഒന്ന് പോയി അന്വേഷിക്കാമോ? ഞാനിവിടെ പോയി അന്വേഷിക്കാനോ മോളെ? ശ്രീചേർത്തി പറയും വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലേ, നമ്മളെക്കാളും കൂടുതൽ അവൻ എങ്ങോട്ടാ പോകാനുള്ള സാധ്യത എന്ന് അവർക്കല്ലേ അറിയാം. വേദ പറയും എന്നാ ഞാനും കൂടെ വരാം. വേണ്ട, ഇന്നത്തെ ദിവസം വേദ എങ്ങോട്ടും പോവണ്ട, ഞാൻ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വേട്ടൻ നടന്നു പോവാണ്. അപ്പോഴും വേദ ഇങ്ങനെ ടെൻഷനോട് കൂടെ നിൽക്കാം. വിക്രം എവിടെയാണ്, എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊന്നും അറിയുന്നില്ലല്ലോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. രാധ വിക്രത്തിന്റെ അടുത്ത് തന്നെ ഉണ്ട്. വിക്രം കണ്ണു തുറന്നിട്ടില്ല, ആള് നല്ല മയക്കത്തിലാ. അല്പസമയം കഴിയുമ്പോ പതിയെ എഴുന്നേൽക്കും. നല്ല വേദന ഉണ്ട് കേട്ടോ ദേഹം മൊത്തം. അപ്പോഴേക്കും രാധ വിക്രം എന്ന് വിളിച്ച് എഴുന്നേറ്റ് വരിക. ഞാൻ എവിടെയാ? രാധ പറയും പേടിക്കൊന്നും വേണ്ട, നമ്മള് സേഫ് ആയുള്ള ഒരു സ്ഥലത്ത്. ഇപ്പോഴേ റെസ്റ്റ് എടുക്ക്, വേറെ ഒന്നും ആലോചിക്കണ്ട. എന്തെങ്കിലും വേണോ? അപ്പോഴും വിക്രം ചോദിക്കും അല്ല എങ്ങനെയാ ഞാനിവിടെ? രാധ പറയും അതൊക്കെ പറയാം, ഇപ്പൊ കൂടുതൽ ആലോചിക്കാതെ കണ്ണടച്ച് കിടന്നുറങ്ങാൻ നോക്ക്. അപ്പോഴേക്കും ഡോക്ടേഴ്സ് അങ്ങോട്ട് വരികയാണേ. വിക്രമിനെ തലയ്ക്കൊക്കെ കൈവയ്ക്കുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല ആക്സിഡന്റ് ആയിരുന്നു. വിക്രം പറയാൻ തുടങ്ങുമ്പോഴേക്കും രാധ പറയും അത് ഡോക്ടർ, ഇടിച്ചിട്ട വണ്ടി നിർത്താതെ പോയി കളഞ്ഞു. ഡോക്ടർ പറയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. വിക്രം പറയും അത് വേണ്ട. അപ്പൊ ഡോക്ടർക്കും അതെന്താ, ആരാണെന്ന് അറിയാതെ എന്തിനാ ഒരു. അപ്പൊ ഡോക്ടർ പറയും ഏതായാലും ഇന്നിവിടെ കിടക്കട്ടെ, നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടറിന് രാധ പറയുമ്പോ വിക്രത്തിന് താല്പര്യമില്ല. റെസ്റ്റ് എടുക്കൂ, സിസ്റ്റർ അടുത്ത് ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് ഛർദിയോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് MRI ചെയ്യാം. വിക്രം ചോദിക്കും അമ്മയെ അറിയിച്ചോ? ഇല്ല, അറിയിക്കാം. ഇപ്പോ വിക്രം നന്നായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, ഈ ട്രിപ്പ് ഉച്ചയാകുമ്പോഴേക്ക് തീരും. അപ്പോഴേക്കും ഞാൻ കമ്മിയായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാധ അവിടുന്ന് പോവാ. വിക്രം ഇങ്ങനെ തലയൊക്കെ വേദനിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ തലയ്ക്കൊക്കെ വെച്ച് കിടക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോല് വന്നിട്ടുള്ളത്. വിക്രത്തിനെ അവിടുത്തെ വിട്ടയക്കാൻ രാധ തയ്യാറാവുന്നില്ല. ജീനിയോട് ഇക്കാര്യം പറയുന്നുണ്ട്. നാളത്തെ ഒരു ദിവസമെങ്കിലും എനിക്ക് വിക്രത്തെ വേണം. എടി രാധേ എന്ന് വിളിക്കുമ്പോ രാധ പറയും വേണ്ട എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ കട്ട് ചെയ്യാം. പിന്നീട് കാണിക്കുന്നത് നന്ദിനി അടുത്ത് എന്തോ പറയുമ്പോ ഇത്രയൊക്കെ കുരുട്ടുബുദ്ധി ഉണ്ടായിട്ടാണോ മണ്ടിയെ പോലെ കഴിയുന്നത്? ദേ മണ്ടി നിന്റെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തട്ടിക്കേറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വീണ്ടും ഹോസ്പിറ്റലാണ്. രാധയോട് വിക്രം പറയും നാളെ ആ ദിവസം. രാധ പറയും ഒരുപക്ഷെ ദൈവത്തിന് അത് താല്പര്യമില്ലാത്തോണ്ടായിരിക്കാം വിക്രമേട്ടനെ ഇതൊക്കെ സംഭവിച്ചത്. ഇത് കേൾക്കുമ്പോ വിക്രം ചിരിക്കുക. അത് കേൾക്കുമ്പോ രാധയ്ക്കും എന്തിനാ ചിരിക്കുന്നത്? അതിനെ രാധയ്ക്ക് ഒരു കിടിലൻ മറുപടി തന്നെ വിക്രം കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്